നമ്മുടെ കിഷോർ അവർണികയ്ക്കിട്ട് നല്ല ഒന്നാന്തരം 8ന്റെ പണി തന്നെ കൊടുത്തിരിക്കുകയാണ്. അവർണികയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ കിഷോറിന് 16ന്റെ പണി അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അതേക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അവർണികയുടെ ഫോണ് നോക്കുകയാണ്, പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ രാധികാമ്മ വെല്ലുവിളിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു ക്ലിപ്പ് അതിൽ കാണുന്നില്ല. അപ്പോൾ അവർണിക നോക്കുകയാണ്, അവർണിക ആകെ അസ്വസ്ഥയാവുകയാണ്. അവർണിക നോക്കിയിട്ട് പറയണേ, ഈ ക്ലിപ്പൊക്കെ ഇതിൽ നിന്ന് എങ്ങോട്ട് പോയി? ഈശ്വര, ഞാൻ ഗീതാഞ്ജലിക്ക് ഇപ്പോൾ ഇത് അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗ്യാലറിയിലും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർണിക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കിഷോർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കിഷോർ ചോദിക്കണം, അവർണിക മോള് രാവിലെ എന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവനൊക്കെ ഇങ്ങനെ ഒന്നും പറയുന്നില്ല. എനിക്ക് മനസ്സിലായി നീ എന്താണ് നോക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആട് കിടന്നെടുത്ത് ഇപ്പോൾ രോമം പോലും കാണുന്നില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടി മണ്ടി, നീ എന്നെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു അല്ലേ? നീ എന്താ എന്നെ പറ്റി കരുതിയത്? നിന്നെ ഞാനങ്ങ് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ച് ബോധമില്ലാതെ കിടന്നങ്ങ് ഉറങ്ങാമായിരുന്നെന്നാണോ നീ കരുതിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എടി, ഞാനേ നിന്നെക്കാളും ബുദ്ധിയുള്ള ഒരാളാണ് എന്നിങ്ങനെ പറയുകയാണ്. അതെ, ഇനി നീ എത്ര കിടന്ന് തപ്പിയാലും ആ വീഡിയോ ഇനി നിൻ്റെ കയ്യിൽ കിട്ടാൻ പോണില്ല മോളെ. അതൊക്കെ ഇനി ഒരിക്കലും നിനക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നിൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവനക്ക് പറഞ്ഞു, എടാ ദുഷ്ടാ, നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ആ ക്ലിപ്പുകളൊക്കെ എന്ന് വെച്ചാൽ നിനക്കത് വെറും ക്ലിപ്പുകളായിരിക്കും. നീ അത് നിൻ്റെ കൂട്ടുകാരിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനും ഇറങ്ങിയതാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനേ എനിക്കാവില്ല. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം പണം കായ്ക്കുന്ന മരമാണ് മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവനൊക്കെ പറയാണ്, നിൻ്റെ കണക്കത്തെ ഒരു വൃത്തികെട്ടവനെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതേടി, നീ എനിക്കൊപ്പം നിൽക്കണം അവർണികെ. അല്ലാതെ നീ നിൻ്റെ കൂട്ടുകാരിയെ സംരക്ഷിക്കാനായിട്ട് നിന്നാലുണ്ടല്ലോ, എന്നും നീ അവളുടെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. അതായത് ഈ ക്ലിപ്പുകൾ വെച്ചിട്ട് എനിക്ക് കോടികൾ സമ്പാദിക്കാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. ആ കോടികൾ എനിക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ നിനക്കും കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അവർണിക പറയണേ, എനിക്കെങ്ങനെ ആരെയും വഞ്ചിച്ചും തട്ടിച്ചും ഒന്നും എടുത്തിട്ടുള്ള ഒരു കോടികളും എനിക്കോ എൻ്റെ കുഞ്ഞിനോ ആവശ്യമില്ല. ഞാൻ അങ്ങനെയൊന്നും ജീവിച്ചിട്ടുമില്ല എന്നിങ്ങനെ അവർണിക വെട്ടി തുറന്ന് പറയുകയാണ്. അപ്പോൾ കിഷോർ പറയുകയാണ്, എടി, നിന്റെ ഡാഡിയെ പോലെ ഉള്ളതെല്ലാം വിറ്റ് തൊലയ്ക്കുന്നവനല്ല ഈ കിഷോർ. നിന്റെ ഡാഡി നഷ്ടപ്പെടുത്തിയ രഘുറാമ IT സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഞാൻ രാധികാമ്മ വഴി തിരിച്ചു പിടിക്കും. എന്നിട്ട് കിഷോർ IT സൊല്യൂഷൻ എന്നുള്ള പേരും കൊടുക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേഷ്യം വരെയാണ് അവർണികയ്ക്ക്. അവനിക പറയുന്നത്, നാണമുണ്ടോടോ നിനക്ക് മൃഗമേ? എൻ്റെ ഡാഡിയെ നീ കുറ്റം പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഡാഡി എല്ലാ ബിസിനസ്സുകളും എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിച്ചെങ്കിൽ അത് നീ ഒരുത്തന് വേണ്ടിയിട്ട് മാത്രമാണ്. നീ ജയിലിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേടാ ഡാഡി ഇതൊക്കെ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിഷോർ പറയണേ, അതൊക്കെ പഴങ്കഥയെക്കുറിച്ചൊന്നും എനിക്ക് കേൾക്കണ്ട. എൻ്റെ മുന്നിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ഒന്നും നീ പറയാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് കിഷോർ പറയണേ, ദേ, നിനക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല അവർണികെ. ദേ, ഞാനാണെങ്കിലുണ്ടല്ലോ നല്ല റിയൽ വില്ലനായിട്ട് നിന്നുകൊണ്ട് തന്നെ ഹീറോയുടെ കയ്യിൽ നിന്ന് എല്ലാ സാമ്രാജ്യവും വെട്ടിപ്പിടിക്കുന്ന തനി വില്ലൻ എന്നിങ്ങനെ പറയുകയാണ്. നീ വില്ലൻ്റെ ഭാര്യയായിട്ട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിനക്ക് നന്നായിട്ട് ജീവിച്ചു പോവാം. അതല്ല കൂട്ടുകാരിയുടെ സ്തുതി പാടി കൂട്ടുകാരിക്കൊപ്പം നിന്ന് എന്നെ പറ്റിക്കാനായിട്ട് നോക്കിയാലുണ്ടല്ലോ, ഇപ്പോൾ നീ ചെയ്തത് ഞാനങ്ങ് ക്ഷമിച്ചു. ഇത് എപ്പോഴും നീ ഇങ്ങനെ കാണിക്കുന്ന ഓരോരോ നിൻ്റെ ഈ ഒരു അതിബുദ്ധി ഉണ്ടല്ലോ, അതങ്ങനെ എപ്പോഴും ഞാനങ്ങ് ക്ഷമിച്ചു എന്ന് പറഞ്ഞൊന്നും ഇരിക്കില്ല. അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത് എന്നൊരു വാണിംഗ് കൊടുത്തിട്ട് നമ്മുടെ കിഷോർ അകത്തേക്ക് പോവുകയാണ്. അവർണിക ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, ഇവൻ എന്നെപ്പറ്റി എന്താ കരുതിയത്? അവൻ വില്ലനാണെങ്കിലുണ്ടല്ലോ, ഞാൻ നല്ല ഒന്നാന്തരം വില്ലത്തിയാ. നായികയ്ക്ക് കൂട്ടുനിന്ന് കയ്യടി വാങ്ങിക്കുന്ന വില്ലത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക നേരെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവർണിക വാതിൽ തുറന്ന് മുറിക്കകത്ത് കയറിയതിന് ശേഷം അവർണിക അലമാരി തുറക്കുകയാണ്. അതിനകത്ത് നിന്നൊരു ഫയൽ എടുക്കുകയാണ്. ആ ഫയലിനുള്ളിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ വെച്ച് കാണുകയാണ് നമ്മുടെ അവർണിക. എന്നിട്ട് അവർണിക പറയണേ, എടാ കിഷോറേ, നീ എന്നായാലും ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ നീ കാണിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ വാച്ച് ചെയ്യും എന്നുള്ള കാര്യവും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നീ പോലും മനസ്സിലാക്കാതെ, നീ പോലും അറിയാതെ നിന്നെ കടത്തിവെട്ടി ഞാൻ ഇത് പല പെൻഡ്രൈവുകളിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാ എന്നിങ്ങനെ പറയുകയാണ് അവർണിക.
അതിനുശേഷം അവർണിക ആ പെൻഡ്രൈവ് കയ്യിലെടുത്ത് സ്വന്തമാക്കി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എടാ കിഷോറെ, ഇനി ബാക്കിയുള്ള തെളിവുകളും കൂടി നിന്റെ ഫോണിൽ നിന്നോ ലാപ്പിൽ നിന്നോ ഒക്കെ ഞാൻ എടുക്കും, നീ കരുതിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർണിക നിൽക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ അവർണിക ഇങ്ങനെ ഒരു വലിയൊരു ഹോട്ടലാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ഗീതുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതുവും അജാസും കൂടി വരികയാണ്. അപ്പോൾ അവർണിക പറയാണ്, ഇരിക്കും ഗീതാഞ്ജലി. അങ്ങനെ അവർണികയും നമ്മുടെ ഈ അജാസും കൂടി വന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ഗീതുവും അജാസും കൂടി വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർണികയോട് നമ്മുടെ ഗീതു പറയണ, നീ എന്നെ വിളിപ്പിച്ച കാര്യം എന്തായി? അതിങ്ങ് തന്നേരെ, എൻ്റെ ഫോണിൽ അയച്ചു തരുമെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക ഇങ്ങനെ നമ്മുടെ അജാസിനെ നോക്കുകയാണ്. അപ്പോൾ ഗീത് പറയണ്, നീ അജാസിക്കയെ നോക്കണ്ട, അജാസിക്ക നമ്മുടെ സ്വന്തം ആളാണ് എന്നിങ്ങനെ പറയണ്. അജാസിക്ക അറിയാത്ത കാര്യങ്ങളൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവർണിക പറയണ്, ഒരു കുഴപ്പം പറ്റി ഗീതാഞ്ജലി. എന്താ അവർണികെ? അത് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്ന ആ തെളിവുകളില്ലേ എൻ്റെ ഫോണിലെടുത്തത്, അതെല്ലാം ഞാൻ പോലും അറിയാതെ ആ ദുഷ്ടൻ, ആ വൃത്തികെട്ടവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഗാലറിയിലോ ഒന്നുമില്ല, ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവനത് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗീതു ആകെ ഞെട്ടിത്തരിച്ച് ആകെ നാശകോടാലിയായിരിക്കുകയാണ്. അപ്പോൾ അവനിക്ക് പറയണ, എന്ന് കരുതി ഗീതാഞ്ജലി വിഷമിക്കൊന്നും വേണ്ട, അവൻ എന്നെങ്കിലും ഇതുപോലുള്ള അതിബുദ്ധി കാണിക്കുന്നൊക്കെ എനിക്കറിയായിരുന്നു. കുടിച്ച വെള്ളത്തിൽ പോലും ഞാൻ അവനെ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ പോലും അറിയാതെ ഞാൻ ഈ പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാം. നിനക്ക് വേണ്ടുന്ന എല്ലാ തെളിവുകളും ഇതിലുണ്ട്, അതായത് രാധികാമ്മ സംസാരിക്കുന്ന തെളിവുകൾ. അപ്പോൾ നമ്മുടെ ഗീത് പറയണേ, എന്നാൽ നീ അതൊന്ന് ഇട്ട് കാണിക്ക്, ഒന്ന് കാണട്ടെ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഗീത് പറയാണ്, അത് അജാസിക്ക ഒന്ന് കാണട്ടെ, കാരണം അജാസിക്കയുടെ പഴയ ബോസല്ലേ, ബോസ് എന്നെ കൊല്ലും എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ഈ അജാസിക്കയ്ക്ക് അത്ര വിശ്വാസമില്ല. ബോസിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് നേരിട്ട് എൻ്റെ ആങ്ങളെ കേൾക്കട്ടെ, അങ്ങനെയെങ്കിലും ഈ പഴയ ബോസിനെ പറ്റിയുള്ള അറിയാവുന്ന രഹസ്യങ്ങളൊക്കെ ഈ പെങ്ങൾക്ക് പറഞ്ഞു തരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ് ഗീതു. അങ്ങനെ നമ്മുടെ അവർണിക അത് ലാപ്പ് എടുക്കുകയാണ്, അതിനകത്ത് പെൻഡ്രൈവ് ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ആ ഡയലോഗ്, നമ്മുടെ രാധികാമ്മ വെല്ലുവിളിക്കുന്ന ആ ഡയലോഗ് കാണിക്കുകയാണ്. അങ്ങനെ അത് അജാസും കാണുകയാണ്. കണ്ടതിന് ശേഷം അത് മടക്കി തിരിച്ച് വെക്കുകയാണ്, ലാപ്പ് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് നമ്മുടെ അവർണിക. അപ്പോൾ അതിനുശേഷം ഗീത് പറയുകയാണ്, ഈ തെളിവുകൾ തന്നെ ധാരാളം, കണ്ണേട്ടൻ്റെ മനസ്സിൽ രാധികാമ്മയെക്കുറിച്ചിട്ടുള്ള ആ നല്ല ചിത്രം ഇതോടുകൂടി പൊളിഞ്ഞു വീഴും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി ധൈര്യമായിട്ട് ഇത് ഇന്ന് തന്നെ ഗോവിന്ദ് സാറിനെ കാണിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അജാസ് പറയുകയാണ്, എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതൊന്നും ഗോവിന്ദ് സാറിനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഇനി എത്ര വലിയ തെളിവെന്ന് പറഞ്ഞാലും ഗോവിന്ദ് സാറിന് ശരിക്കും പറയുകയാണെങ്കിൽ രാധിക മാഡത്തിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അത് 25 വർഷം തൊട്ടേ അമ്മ എന്ന് വിളിക്കുന്ന രാധികാമ്മയോട് ആ പെറ്റമ്മയേക്കാൾ കൂടുതൽ സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഗോവിന്ദ് സാറിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കാണിക്കുമ്പോൾ തന്നെ അവർ 2 കരച്ചിൽ കരഞ്ഞിട്ട് ഉടനെ ഗോവിന്ദ് സാറിനോട് പറയും, എൻ്റെ കണ്ണ, ഇത് ഞാൻ അപ്പോൾ ഗീതു എന്നെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അവളോടുള്ള അപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് മോനെ, അമ്മ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ, അമ്മയുടെ മനസ്സ് നിനക്ക് അറിയില്ലേടാ എന്ന് കരഞ്ഞുകൊണ്ട് 2 ഡയലോഗ് അടിക്കുമ്പോൾ തന്നെ ഗോവിന്ദ് സാറ് വീഴും. പിന്നെ ഗോവിന്ദ് സാർ അതങ്ങ് പിന്നത്തേക്ക് ആ പോട്ടയെന്ന് അങ്ങ് വെക്കും. അതൊക്കെ ഗീതുവിൻ്റെ വെറും തെറ്റിദ്ധാരണയാണെന്നൊക്കെ അങ്ങ് വരും. അതുകൊണ്ട് വെറുതെ ഇത് കാണിച്ചിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവനിക്ക് പറയണ, ഈ മുൻധാരണയോടുകൂടി പോയിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ ഗീതാഞ്ജലി, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോവിന്ദ് സാർ വീഴും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇദ്ദേഹം പറയുന്നത് കണക്ക് അങ്ങനെയൊന്നും ഗോവിന്ദ് സാർ ചിന്തിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവർ പറയുന്നതിൽ അങ്ങനെ വിശ്വസിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീത് പറയാണ്, ഈ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ അജാസിക്ക പറഞ്ഞത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല വർണികെ. കാരണം അന്ന് ഞാനും നീയും കൂടി എത്ര കഷ്ടപ്പെട്ടാണ് അന്ന് ആ കിഷോറിനെതിരെ നമ്മൾ കളിച്ചത്. അതിന് നമുക്ക് ചുക്കാൻ പിടിച്ചത് കണ്ണേട്ടനും ആയിരുന്നു. പക്ഷേ അവസാന നിമിഷം രാധികാമ്മ വന്ന് 2 ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണേട്ടൻ അതിലങ്ങ് വീണുപോയിന്ന് മാത്രമല്ല, കണ്ണേട്ടൻ്റെ മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അവരാണ് തെറ്റുകാരിയെന്ന്. പക്ഷേ പിന്നീട് ആ ഒരു ചാപ്റ്റർ തുറക്കരുത് എന്ന് കണ്ണേട്ടൻ എന്നോട് വാർണിംഗ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കണ്ണേട്ടൻ അത്രയ്ക്കൊക്കെ ഉള്ളൂ. കണ്ണേട്ടൻ്റെ മനസ്സിൽ അവരോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് അജാസിക്ക പറഞ്ഞത് ശരിയാണ് എന്നിങ്ങനെ ഗീത് പറയാണ്. അപ്പോൾ അജാസ് പറയുകയാണ്, അത് മാത്രമല്ല അവർണികെ, ഗോവിന്ദ് സാർ എന്ന് പറയുന്നിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാര്യയോട് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ്. അതുപോലെ അമ്മയോടും ഒരുപാട് സ്നേഹമുണ്ട്. അദ്ദേഹം നല്ലൊരു സഹോദരനുമാണ്, നല്ല ഭർത്താവുമാണ്, നല്ല മകനുമാണ്, അതുപോലെ നല്ലൊരു പച്ചയായ മനുഷ്യനുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലും കണ്ണീരൊക്കെ ഒലിപ്പിച്ച് എന്തെങ്കിലും
കരഞ്ഞ് വിളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് അതങ്ങ് വിശ്വസിക്കും. അതുകൊണ്ട് ഈ ഒരു തെളിവുമായിട്ട് നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതു പറയാണ്, ശരിയാ അവർണികെ, അജാസൊക്കെ പറഞ്ഞത് കറക്റ്റാണ്, അതുകൊണ്ട് നമുക്കിത് ഉടനെ ഒന്നും ഗോവിന്ദ് സാറിനെ കാണിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഗീതു പറയണ്, പക്ഷെ ഒരു കാര്യം ഉണ്ടാവർണികെ, ഇതിൻ്റെ കൂടെ തന്നെ വരുൺ എന്നെ വെല്ലുവിളിച്ച ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അതിൻ്റെ കൂടെ സുവർണ വെല്ലുവിളിച്ചതുണ്ട്. എന്നാൽ വരുൺ വെല്ലുവിളിച്ച വീഡിയോ ക്ലിപ്പിൽ വരുൺ എടുത്ത് പറയുന്നുണ്ട് ഗോവിന്ദ് സാറിനെ അവൻ കൊല്ലും, AGയും അവൻ കൈക്കലാക്കുമെന്ന് അവൻ പച്ചയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം വിശ്വസിക്കും. അതുമാത്രമല്ല, സുവർണ സംസാരിക്കുന്ന വീഡിയോയിലാണെങ്കിൽ സുവർണ പ്രത്യേകം പറയുന്നുണ്ട്, എന്നെയും ഗോവിന്ദ് സാറിനെയും ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ചെയ്ത ഓരോ കള്ളത്തരങ്ങളെ പറ്റി അവൾ എടുത്തെടുത്ത് അക്കമിട്ട് പറയുന്നുണ്ട്. ആ ഒരു സംഭവം കൂടി കിട്ടി ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഗോവിന്ദേട്ടനെ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ വിശ്വസിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർണിക പറയാണ്, നീ സമാധാനപ്പെട ഗീതാഞ്ജലി, ഞാൻ എങ്ങനെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കണ്ടുപിടിച്ച് നിനക്ക് ഏൽപ്പിക്കും. നിനക്കിത് ഞാൻ തരുന്ന വാക്കാണ് എന്നിങ്ങനെ അവർണിക പറയുകയാണ്. അതിനുശേഷം അവർണികയോട് ഗീതു പറയണ, അപ്പോൾ നമുക്ക് പിരിയാം, പോവാമെന്ന് പറയണ. അപ്പോൾ അവർണിക പറയണ, നിങ്ങൾ ഒന്നും കഴിക്കാതെ പോകുന്നോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാമെന്ന് പറയണ. അപ്പോൾ ഗീതവും അജാസും പറയണ, ഞങ്ങൾക്കിപ്പോൾ വിശപ്പും ദാഹമൊന്നുമില്ല, ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയണ. എങ്കിലേ ഞാനൊരു ക്യാപ്പുച്ചിനോയ്ക്ക് ഓർഡർ കൊടുത്തിട്ടിരിക്കുകയായിരുന്നു, ഞാനത് കുടിച്ചിട്ടേ വരുന്നുള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത ചോദിക്കണം, ഗർഭിണിയുടെ കൊതിയായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അവർണിക പറയണ, അങ്ങനെയും പറയാം, എനിക്ക് വേണ്ടുന്നത് ഞാൻ തന്നെ വാങ്ങിച്ച് കഴിച്ചാലല്ലേ പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ കാര്യം നോക്കാനോ എനിക്കിതൊന്നും വാങ്ങിച്ചു തരാൻ ആരുമില്ലല്ലോ ഗീതാഞ്ജലി എന്നിങ്ങനെ പറയുമ്പോൾ അവർണികയുടെ കണ്ണ് നിറയുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ അജാസിനും അതുപോലെ ഗീതുവിനും നല്ല സങ്കടം തോന്നുകയാണ്. എന്നിട്ട് നേരെ നമ്മുടെ ഗീതുവും നമ്മുടെ അജാസും പുറത്തേക്ക് ഇറങ്ങാണ്. റിസപ്ഷൻ്റെ ആ ഭാഗം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഗീതു ചോദിക്കുകയാണ്, അജാസിനോട് ചോദിക്കുകയാണ്, അജാസിക്കയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ, പഴയ ബോസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അജാസ് പറയണം, എൻ്റെ ഗീതു വിചാരിച്ചു വെച്ചിരിക്കുന്നത് കണക്ക് രാധികാമ്മയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഗോവിന്ദ് സാറിനെ കൊല്ലണം എന്നൊന്നുമില്ല. അത് വരുണിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് അങ്ങനൊന്നുമില്ല. അവർ കുറച്ച് സ്വാർത്ഥമതിയാണ്. അവർക്ക് ഈ പറയുന്ന സ്വത്തുക്കളെല്ലാം ഗോവിന്ദ് സാറിന് ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ഉണ്ടാകരുതെന്നും ആ സ്വത്തുക്കൾ അദ്ദേഹത്തിന് കിട്ടരുതെന്നും അതെല്ലാം അവരുടെ മക്കൾക്ക് വന്നു ചേരണം എന്നുള്ള ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള സ്നേഹമൊക്കെ അവർക്കുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് ഗോവിന്ദ് സാറിനെ കൊല്ലണം എന്ന് അവരൊരിക്കലും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീത് പറയണം, ഇതാണ് അവരുടെ മിടുക്ക്, ഇത് തന്നെയാണ് ഗോവിന്ദേട്ടനും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം തെറ്റാണ്. ഈ അജാസിക്കയ്ക്ക് ഇങ്ങനെ തോന്നുന്നതിനുള്ള പ്രത്യേക കാര്യം എന്താണെന്നറിയാമോ? അജാസിക്കയ്ക്ക് ഇങ്ങനെ അവരെ പറ്റി തോന്നാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവർ എല്ലാം ചെയ്തു വയ്ക്കും, എന്നിട്ട് ഒടുവിൽ എല്ലാം അങ്ങ് വരുണേട്ടൻ്റെ തലയിൽ കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവർ കൈയഴിയും അങ്ങ് മിടിക്കത്തിയാവും. അതുകൊണ്ടാണ് ആരും അവരെ തെറ്റിദ്ധരിക്കാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ അജാസ് പറയണം, അത് ചിലപ്പോൾ പെങ്ങൾ പറഞ്ഞത് കറക്റ്റായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീത് പറയണ്, ഇനി ഈ ഒരു വിഷയത്തിൽ ഗോവിന്ദേട്ടനെ, അതായത് കണ്ണേട്ടനെ നമ്മുടെ പരിധിയിലാക്കാൻ, രാധികാമ്മയെ വെറുപ്പിക്കാൻ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അജാസ് പറയണം, അത് പെങ്ങൾ വിചാരിക്കുന്നതാണ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത് പറയാണ്, എന്തായാലും അവരെ തമ്മിൽ തെറ്റിച്ചേ പറ്റൂ, പക്ഷേ നമ്മൾ വാക്കാലെ പറഞ്ഞിട്ടും എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, കണ്ണേട്ടൻ അതൊക്കെ തിരസ്കരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയൊരു വഴിയെന്ന് വെച്ചാൽ വിജയലക്ഷ്മി അമ്മയാണ്. എന്നിട്ട് പറയാണ്, എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം അമ്മയോട് ഒരു സ്നേഹം മകൻ എന്നുള്ള രീതിയിൽ ഉണ്ടാവാതിരിക്കുമോ? ചിലപ്പോൾ പുറമേ ഒന്നും അത് കാണിക്കില്ലായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പെറ്റമ്മയോടുള്ളൊരു സ്നേഹം ഉണ്ടാവില്ലേ, അല്ലേ അജാസുക്ക എന്നിങ്ങനെ പറയുമ്പോൾ അജാസ് പറയണ്, അതേക്കുറിച്ചൊക്കെ ഞാൻ എന്ത് പറയാനാ പെങ്ങളെ, എനിക്ക് ഉമ്മയും ബാപ്പയും അങ്ങനെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത് എന്നിട്ട് അജാസ് അങ്ങ് വിഷമിക്കുകയാണ്. അപ്പോൾ ഗീത് പറയണം, അജാസുക്കയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, എന്നാലും അജാസുക്കയുടെ ഉള്ളിലും എപ്പോഴെങ്കിലും സ്വന്തം ഉമ്മയെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഉമ്മയെ വേണം, അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ തോന്നാറില്ലേ? അപ്പോൾ അജാസ് പറയണം, അങ്ങനെ തോന്നാതിരിക്കാൻ ഞാനും ഒരു മനുഷ്യനല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അജാസിൻ്റെ കണ്ണ് നിറയുകയാണ്. അപ്പോൾ ഗീത് പറയണം, അജാസുക്കയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതൊന്നുമല്ല, പക്ഷേ സോറി അജാസുക്കയ്ക്ക് നല്ല വിഷമമായി അല്ലേ? അങ്ങനൊന്നുമില്ല, കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീത് പറയണം,
അജാസിക്ക, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. അജാസിക്ക, ഞാൻ പറഞ്ഞ ആ കാര്യം അജാസിക്ക അങ്ങ് മറന്നു കളാം. അജാസിക്ക, പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. ഏതൊരു മനുഷ്യനായാലും പെറ്റമ്മയോട് ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവും, ഒരു സ്നേഹത്തിൻ്റെ. ഒരു പക്ഷേ കണ്ണേട്ടൻ അത് ആരുടെയും മുന്നിൽ കാണിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പണ്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് കരയുന്നുണ്ടാവും. അപ്പോൾ ഹൃദയത്തിൽ എവിടെയെങ്കിലും ആ ഒരു സ്നേഹത്തിൻ്റെ മഞ്ഞുതുള്ളി ഉണ്ടാവും. അത് ഒന്ന് വലിയൊരു മഴയാക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രാധികാമ്മയെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഗോവിന്ദേട്ടൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വിജയലക്ഷ്മി അമ്മയോടുള്ള സ്നേഹം പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രമേണ ആ അമ്മ പറയുന്ന വാക്കുകളൊക്കെ അദ്ദേഹം കേൾക്കാൻ ചെവി കൊടുക്കുകയാണെങ്കിൽ രാധികാമ്മയെ ക്രമേണ വെറുത്തോളും എന്നിങ്ങനെ പറയുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ ശ്രമം എന്നിങ്ങനെ പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് അവർണിക വരികയാണ്. അവർണിക ചോദിക്കുകയാണ്, ഇത്രയും നേരമായിട്ട് നിങ്ങൾ പോയില്ലേ, ഇവിടെ തന്നെ നിൽക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആഹാ, അവർണിക വന്നോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അജാസിക്ക, അജാസിക്ക ചെല്ലേ, ഞാനിവിടെ നിൽക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പെങ്ങളെങ്ങനെ പോവും? അത് ഞാൻ പോയിക്കോളാം, ഞാൻ കണ്ണേട്ടനെ വിളിക്കാം. അത്രയും നേരം വരെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനോ? ഒറ്റയ്ക്ക് ഇവിടെ നിന്നെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ലേക്കാ, എന്നെ അങ്ങനെ ഒരു ചേതൻ ഗ്രൂപ്പുകാരും കട്ടുകൊണ്ടൊന്നും പോകാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. ഒരു കാര്യം ചെയ്യും, അവർണിക ഇനി എങ്ങനെയാണ് പോകുന്നത്? അത് ഒരു ടാക്സി പിടിച്ച് പോകണം എന്നിങ്ങനെ പറയുകയാണ്. ടാക്സി ഒന്നും വിളിക്കാനൊന്നും നിൽക്കേണ്ട, അജാസിക്ക അവർണികയെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കണേ എന്ന് പറയണം. അപ്പോൾ അജാസ് പറയണം, അതിനെന്താ അവർണിക വാ, ഞാൻ അങ്ങോട്ടാക്കിയേക്കാം എന്ന് പറയണം. അപ്പോൾ അവർണിക പറയണം, അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, ഞാൻ അതുവഴിയല്ലേ പോകുന്നത്. അങ്ങനെ അജാസും അവർണികയും കൂടി തമ്മിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു ഗോവിന്ദിനെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഡ്രൈവ് ചെയ്യാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗീത് പറയുകയാണ്, അതെ, ഞാൻ കണ്ണേട്ടനെ എപ്പോഴേ ട്രൈ ചെയ്യുന്നതെന്നറിയാമോ, കിട്ടിയില്ല. എന്താ കാര്യം, നീ ഇത് എവിടെ നിൽക്കുക? അതെ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം, കണ്ണേട്ടൻ അങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് വരാം, എന്താ കാര്യം എന്ന് പറയാം. അല്ല അതൊക്കെ പോട്ടെ, നീ ഓഫീസിൽ നിന്ന് ഇത് എപ്പോഴിറങ്ങിപ്പോയതാണ്? ശരിക്കും പറയുകയാണെങ്കിൽ നീ എവിടെയാണ് പോയത്? എവിടെ പോയി എന്നൊന്നും ഒരു വാക്ക് പോലും പറയാതെ ഇത് എവിടെ നിൽക്കുക? അത് ഞാനൊരു സ്ഥലത്ത് സേഫ് ആയിട്ടുണ്ടോ? ശത്രുക്കളുണ്ടെന്ന് നിനക്ക് അറിയില്ലേ? എന്നെ ഒരു ചേതൻ ഗ്രൂപ്പുകാരും ഒന്നും ചെയ്യില്ല എൻ്റെ കണ്ണേട്ടാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അല്ല, നീ എന്തിനാ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വെപ്രാളപ്പെട്ട് ഇറങ്ങിപ്പോയത്? അത് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ്, പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കുറേ. എന്നിട്ട് ചെയ്തില്ല? എങ്കിൽ പിന്നെ നിനക്ക് എന്നെ കൂടി വിളിക്കാൻ പാടില്ലായിരുന്നു, ഞാനും ഒപ്പം കൂടിയാനല്ലോ. അത് കണ്ണേട്ടൻ വിളിച്ചിരുന്നെങ്കിൽ വരുമായിരുന്നോ? പിന്നെന്താ ഞാൻ എന്താ വന്നാൽ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കണം. എങ്കിൽ കണ്ണേട്ടൻ കൂടി വാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, ഇങ്ങോട്ടേക്ക് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണ്, ഞാൻ ദേ വരുന്നു, എൻ്റെ കണ്ണാ വരാമെന്ന് പറയാതെ പെട്ടെന്ന് നിങ്ങൾ പോര് എന്നങ്ങനെ പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കണം, ഇവളുടെ സംസാരത്തിലൊക്കെ പഴയതുപോലൊന്നും അല്ലല്ലോ, ഇവക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവക്ക് എന്നോട് പ്രണയം വല്ലതും ഉണ്ടോ? എൻ്റെ മനസ്സിൽ തോന്നുന്ന കണക്കുള്ള ആ ഒരു ഇഷ്ടം അവൾക്ക് എന്നോടും തിരികെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഒരു സിനിമയിൽ, നമുക്ക് ഒത്തിരി മുന്തിരി വള്ളികളൊക്കെ ഉള്ള തളിർക്കുന്ന സ്ഥലത്ത് പോകണമെന്നും മാതളങ്ങൾ പൂത്തോന്ന് നോക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിനിമയുടെ ഡയലോഗ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരൻ ഇങ്ങനെ വണ്ടിയിൽ ഇടുകയാണ്, കാസറ്റ് ഇങ്ങനെ അത് റെക്കോർഡ് ഇടുകയാണ് അതിൻ്റെ. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ്, ഗീതുവിന് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഗീതുവിനെയും കൊണ്ട് നല്ല അതിസുന്ദരമായ സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങ് പോവാം. അപ്പോൾ ഗീതുവിന് എന്നോട് ക്രഷ് തോന്നും, ഗീതു എന്തായാലും എൻ്റെ മനസ്സിൽ ഗീതുവിൻ്റെ ഉള്ളിലുള്ളത് എന്നോട് തുറന്നു പറയും, അല്ലെങ്കിൽ ഞാനെങ്കിലും എൻ്റെ ഉള്ളിലുള്ളത് ഗീതുവിനോട് തുറന്നു പറയാം എന്നൊക്കെ ആലോചിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗീതു ആണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഗോവിന്ദിനെ പറ്റി ചിന്തിച്ചിട്ട് ആകെ ഭയങ്കര നാണത്തോടു കൂടിയൊക്കെ ഭയങ്കര ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഗീതുവിനെ കാണിച്ചിട്ട് എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മാത്രമല്ല, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ പരമാവധി പ്ലേ ചെയ്ത് തന്നെ കാണണം, അല്ലാതെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് പ്ലേ ആക്കി കാണരുത്, തൊട്ട് തന്നെ പ്ലേ ചെയ്ത് തന്നെ വീഡിയോ കാണണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.